കല്യാണത്തിന് പൊന്നു കൊടുക്കുന്നത് രണ്ട് പ്രശ്നം നേരിടുന്നുണ്ട്. ഒന്ന്, സ്ത്രീധനം എന്നത് നിയമവിരുദ്ധമാണ്. ആഭരണങ്ങൾ അണിയാമെങ്കിലും അതൊന്നും വില പറഞ്ഞ് നൽകുന്നതോ വിലപേശി വാങ്ങുന്നതോ ആകാൻ പാടില്ല. സ്വത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഉടമ്പടിയിൽ ചേർക്കണം. അല്ലാതെ കല്യാണത്തിന് നൽകിയ സ്വർണവും പണവും ഒന്നും കണക്കിൽപ്പെടില്ല. പൂർവിക സ്വത്ത് വീതം വയ്ക്കുന്നതിന് അത് തടസ്സവുമല്ല. പിതാവിന് പാരമ്പര്യമായി എന്തു സ്വത്തുണ്ടോ അത് തുല്യമായി വീതിക്കുക എന്നതാണ് ഹൈക്കോടതി വിധിയുടെ അന്തസത്ത. ഒരുപാട് അനുരണനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഈ വിധി. അതിന് കാരണം ഇതിന്റെ മുൻകൂർ പ്രാബല്യമാണ്. ഇനിയിപ്പോൾ വിവാഹത്തോടനുബന്ധിച്ച് പ്രാബല്യത്തിലുള്ളത് ഒന്നു മാത്രമാകും. കുടുംബ സ്വത്ത് എന്തുണ്ടോ അതിലൊരു വിഹിതത്തിന് പെൺകുട്ടികൾക്ക് അവകാശമുണ്ട്. ഈ വിധി മറ്റൊരു തരത്തിൽ കൂടി ഗുണപരമാണ്. ചില സംഭവങ്ങളിലെങ്കിലും കുടുംബ സ്വത്തിലെ വിഹിതത്തിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾക്ക് സ്ത്രീധനമായി നൽകേണ്ടി വരാറുണ്ട്. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത് സ്വത്തിൽ തുല്യാവകാശം ഇല്ലാത്തതിനാലാണ്. ഇനി കുടുംബത്തിൽ എന്തുണ്ടോ അതിന്റെ ഒരു പങ്ക് മാത്രമായിരിക്കും പെൺമക്കൾക്ക് കിട്ടുക. അങ്ങനെ കർശന നിലപാട് സ്വീകരിക്കാൻ മാതാപിതാക്കൾക്ക് ധൈര്യം നൽകുന്നത് കൂടിയാണ് ഈ വിധി. അത് പ്രാവർത്തികമായാൽ സ്ത്രീധനം തന്നെ ഇല്ലാതാകും. സ്ത്രീധനം എന്ന പേരിലോ അല്ലാതെയോ എന്തെങ്കിലും നൽകിയതുകൊണ്ട് പെൺകുട്ടികളെ അവകാശത്തിൽ നിന്ന് മാറ്റി നിർത്താനും കഴിയില്ല.